ഓക്കെ, നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് പൈത്തൻ്റെ ഒരു റിവിഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ പൈത്തണിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ചെയ്ത് പോയാൽ മതിയോ ഫസ്റ്റ്. നമുക്ക് അറിയാത്തതാണ് ജസ്റ്റ് ഒന്നുകൂടെ റിഫ്രഷ്, ഓർമ്മയില്ലാത്തതാണെങ്കിൽ. ഓക്കെ, പൈത്തണിൽ നമ്മളൊരു ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ക്ലാസ്സിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ക്ലാസ് ഡെഫിനിഷന്റെ ക്ലാസ് നെയിം കോളൻ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഇനിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇനിറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്ട്ലി ഫങ്ഷൻസ് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, എനിക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ബിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഫോർമാറ്റ് എന്തായിരിക്കും? എന്റെ ക്ലാസ് ബിയുടെ ഫോർമാറ്റ് എന്തായിരിക്കും? ക്ലാസ് ബി ബ്രാക്കറ്റ് എ കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ചൈൽഡ് ക്ലാസ്സിനായിരിക്കും അതോ പാരന്റ് ക്ലാസ്സിനായിരിക്കുമോ? ചൈൽഡിനായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് പറയാനുള്ളത്, ഓക്കെ, ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് വേരിയബിൾ നെയിം അല്ലേ? ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു, റിട്ടേൺ ടൈപ്പ് ആണ് റിട്ടേൺ കൊടുക്കുന്നു അല്ലേ? ഓക്കെ, ജസ്റ്റ് മോനിഷ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ, ഫസ്റ്റ് ഡേ സെഷൻ ആയതുകൊണ്ടേ. എടാ, നിങ്ങൾക്ക് 9:30 ആക്കി ഓക്കെ ആണ്? എനിക്കൊരു 1 വീക്ക് കൂടെ കഴിഞ്ഞാല് ഞാൻ 9:30 ആക്കട്ടെ സെഷൻ? 9:30 എനിക്ക് 11 ആവുമ്പോഴേക്കും പോകണം ഓഫീസിലേക്ക്. ഓ, ഓക്കെ ഓക്കെ, 11 ആകുമ്പോഴേക്കും പോകണം അല്ലേ? ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. മോനിഷ ആക്ച്വലി വെച്ച സമയം 9:30 ആയിരുന്നു. അതെനിക്ക് എന്റെ മുന്നേ പറ്റില്ലടാ, എന്റെ മുന്നേ ടൈം ഒന്നും അവൈലബിലിറ്റി ഇല്ല, അതാ പ്രശ്നം. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് 9 തന്നെ എടുക്കാം. ഒന്ന് മോനിഷ വിളിച്ചു നോക്കട്ടെ, 1 സെക്കൻഡ്. ഓക്കെ, മോനിഷ ജോയിൻ ചെയ്യാതിരിക്കുന്നത്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ജസ്റ്റ് ബേസിക്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് സെലീനിയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ടെസ്റ്റിംഗ് എന്താണ്, അതുപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താണ്, അതുപോലെ മാനുവൽ ടെസ്റ്റിംഗ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ എന്താണ് ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ്? നിങ്ങളുടെ ഭാഗത്ത് ഇൻപുട്ട് വരട്ടെ. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളോട് വാട്ട് ഈസ് എന്താ പറയാ ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഓക്കെ, അതായത് നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും ആയിക്കോട്ടെ, അത് ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത സമയത്ത് അത് യൂസർ ഫ്രണ്ട്ലി. ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പൊ ടെസ്റ്റിംഗ് എന്ന് വെച്ചാല് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ തരികയാണ്.
എന്നിട്ട് പറയാണ് ഇത് യൂസേഴ്സിലേക്ക് എത്തുന്നതിന് മുൻപ് ഇത് നമ്മളുടെ വെബ് ആപ്ലിക്കേഷന്റെ ഫങ്ഷണാലിറ്റി വൈസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ആ വെരിഫൈ ചെയ്ത പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി കമ്മിങ് ടു വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെലീനിയം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സോ നമുക്ക് സെലീനിയത്തിലേക്ക് പിന്നെ വരാം. ആദ്യം എന്താണ് ടെസ്റ്റിംഗ് എന്ന് പറയാം, പിന്നെ നെക്സ്റ്റ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താണ്, മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്ന് പറയാം. ടെസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സിംഗിൾ വേർഡ്സിൽ പറഞ്ഞു. ഇനി മാനുവൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? മാനുവലി ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് മാനുവലി ടെസ്റ്റ് കേസ് ചെയ്ത് അതായത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഞാൻ അലീനയോട് പറയണ അലീന എനിക്കൊരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അതിൽ എനിക്ക് ചെയ്യാനുള്ളത് URL ആക്സസ് ചെയ്യണം, ലോഗിൻ പേജിലേക്ക് വരണം, ലോഗിൻ പേജിലേക്ക് ഒരു ഡാറ്റ എൻ്റർ ചെയ്യണം, ആ ഡാറ്റ വെച്ച് ലോഗിൻ ആവുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് അടക്കം അലീനയ്ക്ക് തന്നു. ആൻഡ് അലീന അത് ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാനുവൽ ടെസ്റ്റിംഗ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പം എന്തായാലും ഞാൻ അലീനയ്ക്ക് അല്ലെങ്കിൽ സരിതയ്ക്ക് ആർക്കാണെങ്കിലും ശരി, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ഒറ്റ ടെസ്റ്റ് കേസ് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് അല്ല തരിക. പകരം ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10ഓ 15ഓ ടെസ്റ്റ് കേസസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തരുന്നത്. എന്നിട്ട് ഞാൻ പറയും ഹേയ് ഇതെല്ലാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എനിക്ക് തരുമെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ? സോ നിങ്ങൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടും അലീനയുടെ എൻ്റെ മിസ്റ്റേക്സ് വരാം അല്ലേ? ചിലപ്പോൾ അത് വാലിഡേഷൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഏതെങ്കിലും വിട്ടുപോവാം, അങ്ങനെ പല സിനാരിയോസും ഉണ്ടാവാം അല്ലേ? എന്നാൽ എൻ്റെ ഞാൻ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലേ? സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇഷ്യൂ മാനുവൽ ടെസ്റ്റിംഗിൽ. അതായത് മാനുവൽ ടെസ്റ്റിംഗിൽ ഇറ്റ് ഈസ് മോർ പ്രോൺ ടു എറേഴ്സ്. ഹ്യൂമൻ ഡ്രിവൺ ആയതുകൊണ്ട് തന്നെ മോർ പ്രോൺ ടു എറേഴ്സ് ആണ് മാനുവൽ ടെസ്റ്റിംഗിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ്, ഞാനിപ്പോൾ അലീനയ്ക്ക് ഒരു 10 ടെസ്റ്റ് കേസ് തന്നാൽ അലീന എത്ര ടൈം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാൻ? എങ്ങനെ പോലും ഉച്ചവരെ ടൈം എടുക്കും അല്ലേ? സോ അത് ശരിക്കും പറഞ്ഞാൽ ടൈമിന്റെ അക്കൗണ്ടബിലിറ്റി നോക്കുമ്പോൾ ആകെ എനിക്കാകെ 10 ടെസ്റ്റ് കേസേ ഉള്ളൂ. ഈ 10 ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ അലീന എടുക്കുന്ന സമയം വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 6 hours ആണ്, അല്ലെങ്കിൽ 3 hours ആണെന്ന് വിചാരിക്കൂ. ഇതിൽ റെഡ്യൂസ് ചെയ്ത് ചെയ്യാനുള്ളൊരു വേ ഔട്ട് കിടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാനുവൽ ടെസ്റ്റിംഗ് കുറച്ച് സ്ലോവർ എക്സിക്യൂഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും അല്ലേ? സോ അതാണ് സെക്കൻഡ് തിങ്. മാനുവൽ ടെസ്റ്റിംഗ് ഹാസ് സ്ലോവർ എക്സിക്യൂഷൻ. അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സ്മോൾ എമൗണ്ട് ഓഫ് ടൈം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ലെസ്സർ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് കവർ ചെയ്യാനും പറ്റത്തുള്ളൂ അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. എന്നാൽ ഇതിൽ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എനിക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമില്ല. ആസ് എ ടെസ്റ്റർ എനിക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടെസ്റ്റ് കേസിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഞാൻ എന്തറിഞ്ഞാൽ മതി? ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് മാത്രം ഞാൻ അറിഞ്ഞിരുന്നാൽ മതി. സോ ഇത്രയാണ് നമ്മളുടെ മാനുവൽ ടെസ്റ്റിംഗിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഇതിന് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് കുറച്ചും കൂടെ റിലയബിൾ ആയി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? സിസ്റ്റം യൂസ് ചെയ്യാം അല്ലേ? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്ത് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അങ്ങനെ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും തമ്മിൽ ഡിഫറൻസ് ക്ലിയർ ആണോ? എൻറ്റയർലി ഹ്യൂമൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് മാനുവൽ ടെസ്റ്റിംഗ്. എന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം ആണ് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഇറ്റ് ഈസ് മോർ പ്രോൺ ടു എറേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? അതായത് നമ്മൾ കൊടുക്കുന്ന റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് തെറ്റിയാൽ മാത്രമേ സിസ്റ്റം അത് തെറ്റിക്കത്തുള്ളൂ അല്ലേ? അല്ലാതെ സിസ്റ്റത്തിന് വേറെ എന്തെങ്കിലും ഒരു ഐക്യു എന്തെങ്കിലും ഉണ്ടോ പോയിട്ട് വേറെ രീതിക്ക് ചെയ്യാനായിട്ട്? ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇറ്റ് ഈസ് ലെസ് പ്രോൺ ടു എറേഴ്സ് എന്ന് പറയാൻ പറ്റും ഓട്ടോമേഷൻ ടെസ്റ്റ്. പിന്നെയോ ഞാൻ സിസ്റ്റം ത്രൂ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ അലീനയ്ക്ക് തന്ന അതേ 10 ടെസ്റ്റ് കേസസ് എനിക്ക് 1 അവറിൽ എക്സിക്യൂട്ട് ആയി കഴിയും. മാനുവൽ ടെസ്റ്റിംഗ് 3 hours എടുക്കുന്ന ജോബ് ഇത് 1 അവറിൽ ചെയ്തു തീർക്കും അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ ഉണ്ടായിരിക്കുക. ഫാസ്റ്റ് എക്സിക്യൂഷൻ ആകുമ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്താ? നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എക്സിക്യൂഷൻസ് ചെയ്യാൻ, കുറച്ചും കൂടെ മോർ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അതിന്റെ ഒരു ഫീച്ചർ ആണ് എന്താണ്, എനിക്ക് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയണ്ട അല്ലേ? പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാതെ എനിക്ക് ജസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിലോ എനിക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായാലും അതിരിക്കണം. നല്ല റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിസ്റ്റത്തിനോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? ഇത്രയാണ് നമ്മളുടെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്. ഞാനിപ്പോ പറഞ്ഞ 2 ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടോ? ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വേഴ്സസ് മാനുവൽ ടെസ്റ്റിംഗ്. കുറച്ച് കമ്പാരിസൺ ആണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. സോ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാം എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞു. ഇനി നമുക്ക് അതിനു വേണ്ടി ഒരു ടൂൾ എന്തെങ്കിലും വേണ്ടേ? അല്ല നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല അല്ലേ? സോ അതിനുള്ള വേ ഔട്ട് ആയിട്ട് മെയിൻലി 2 ടൂൾസ് ആണ് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവ് ആയി നിൽക്കുന്നത്, സെലീനിയവും പ്ലെയറായിട്ടും. ഓക്കെ, മെയിൻലി ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ടൂൾസ് എന്താ പറയുക, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ മെയിൻലി യൂസ് ചെയ്യുന്ന 2 ടൂൾസ് ആണ് സെലീനിയവും പ്ലെയറായിട്ടും. അതല്ലാതെ വേറെ ഉണ്ട് കേട്ടോ, മൊബൈൽ ആപ്ലിക്കേഷൻസിന് APM എന്ന് പറഞ്ഞ ടൂൾ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞത് വെബ് ആപ്ലിക്കേഷൻസിനെ സ്പെസിഫിക് ആക്കി നോക്കുകയാണെങ്കിൽ പ്ലെയറായിട്ട് അതുപോലെ സെലീനിയം 2 ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോടാ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് സെലീനിയം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്, ടൂളാണ്. സെലീനിയം എന്ന് പറഞ്ഞ ടൂള് യൂസ് ചെയ്യാൻ പറ്റാവുന്നത് വെബ് ആപ്ലിക്കേഷൻസിന് മാത്രമാണ്. അതായത് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലീനിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. Selenium is purely focused on web applications. Clear ആണോടാ? ഓക്കെ, സോ സെലീനിയത്തിന്റെ നോട്ട്സ് ഞാൻ ആദ്യം തരാം. വാട്ട് ഈസ് സെലീനിയം എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത് തരാം. ചാറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ സെലീനിയം എന്താണ്? ഒരു ഓപ്പൺ സോഴ്സ് ടൂൾ ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഓഫ് വെബ് ആപ്ലിക്കേഷൻസ്.
സെലീനിയത്തിന് മൾട്ടിപ്പിൾ ലാംഗ്വേജസിനോടുള്ള സപ്പോർട്ട് ഉണ്ട്. ജാവ, പൈത്തൺ അല്ലെങ്കിൽ C# എന്നിങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജിനോടുള്ള സപ്പോർട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലാംഗ്വേജിൽ എത്തുമ്പോൾ സിന്റാക്സിസ് മാറും, വേ ഓഫ് എക്സിക്യൂട്ടിങ് ചേഞ്ച് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സെലീനിയം. ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ഓപ്പൺ സോഴ്സ് ആണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രീംലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൂള് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെയല്ലേ പ്രിഫർ ചെയ്യുക? അല്ലാതെ നമ്മൾ പോയിട്ട് ഓക്കെ എനിക്കിത് വേണ്ട, എനിക്ക് പെയ്ഡ് തന്നെ മതി എന്ന് പറഞ്ഞാൽ പോവോ? ഇല്ല. സോ അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ക്രോസ് ബ്രൗസർ കോമ്പാറ്റബിലിറ്റി. അതായത് ഒന്നിൽ കൂടുതൽ ബ്രൗസേഴ്സിൽ നമ്മളുടെ അപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുന്നതാണ് ക്രോസ് ബ്രൗസർ കോമ്പാറ്റബിലിറ്റി. മനസ്സിലായോ? നെക്സ്റ്റ് സപ്പോർട്ട് ഫോർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ, പൈത്തൺ ആണെങ്കിൽ പൈത്തൺ സെലീനിയം, ജാവ ആണെങ്കിൽ ജാവ സെലീനിയം, C# ആണെങ്കിൽ C# സെലീനിയം, അങ്ങനെ മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനുള്ള സപ്പോർട്ട് സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് പാരലൽ ടെസ്റ്റിംഗ്. പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു സമയത്ത് മൾട്ടിപ്പിൾ സ്ക്രീൻസ് എക്സിക്യൂട്ട് ചെയ്യാം. കറക്റ്റ്. അതായത് ഒരേ സമയം സെയിം ടെസ്റ്റ് കേസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? പാരലൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പാരലൽ ടെസ്റ്റിംഗ് ഈസി ആയിട്ട് സെലീനിയം ത്രൂ നമുക്ക് ചെയ്യാൻ കഴിയും. Then next is integration with other tools. അതായത് ഈ സെലീനിയം എന്ന് പറഞ്ഞ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനുമായി ഇന്ററാക്ട് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് സെലീനിയത്തിന് ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ക്ലിയർ ആണോടാ? യെസ്. സോ അതുകൊണ്ട് പക്ഷെ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു ടെസ്റ്റ് കേസ് എഴുതണം അല്ലേ? സോ അതിനു വേണ്ടി ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസുമായിട്ടുള്ള ഇന്റഗ്രേഷൻസ് പോസിബിൾ ആണ്. നമ്മൾ പൈത്തൺ സെലീനിയത്തിൽ യൂസ് ചെയ്യുക പൈടെസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് ടൂളാണ് പ്ലഗിൻ ആണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ജാവ ആണെങ്കിൽ ടെസ്റ്റെൻജി എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോ ലാംഗ്വേജിനും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഫ്രെയിം വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കേടാ. അതായത് ഇന്റഗ്രേഷൻ വിത്ത് അതർ ടൂൾസ് ആർ പോസിബിൾ. അതായത് നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് സെലീനിയം യൂസ് ചെയ്തിട്ട് നമുക്ക് ആകെ ഇപ്പോൾ ഒരു വെബ് എലമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻസേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സെലീനിയം ത്രൂ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നത്. സോ ഇത് വെച്ച് മാത്രം നമുക്കൊരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ? അതിനൊരു ഫ്രെയിം വർക്ക് വേണ്ടേ? ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ ഒരു കോഡ് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് അതിനൊരു ഫ്രെയിം വർക്ക് വേണം അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ഒരു സ്ട്രക്ചറൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് കുറെ ലൈബ്രറീസും ബിൽറ്റ് ഇൻ ലൈബ്രറീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലഗിൻ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ IDEസിലേക്ക് ഇത് പ്ലഗിൻ ആയിട്ട് ഇൻസ്റ്റാൾഡ് ആവുകയാണ് കൈൻഡ് ഓഫ്. സോ അതിന്റെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ കൊടുക്കുന്ന
നമുക്ക് ഏത് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ പൈത്തൺ സെലീനിയത്തിൽ യൂസ് ചെയ്യുക പൈടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജാവ സെലീനിയം ആണെങ്കിൽ ടെസ്റ്റ് എൻജി അല്ലെങ്കിൽ ജെയോണിറ്റ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഏതാടാ പൈത്തണിന് പൈടെസ്റ്റ് PYTEST. ഇനി അപ്പൊ ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഇതിന് വെബ് ആപ്ലിക്കേഷനെ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ആപ്ലിക്കേഷന് ഒരു വെബ് ആപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. സെലീനിയം യൂസ് ചെയ്തിട്ട് വെബ് ആപ്ലിക്കേഷനെ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ആണെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ്. കറക്റ്റ് ആണ് പറഞ്ഞത്. വേറെ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് വേറെ എന്താ പറയാ, ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ APM പോലത്തെ ടൂൾസ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് സെലീനിയത്തിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാനിപ്പോ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഇപ്പം നമ്മള് ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എൻജിൻ യൂസ് ചെയ്യുമ്പം അതില് ഇപ്പം നമ്മളിപ്പോ പഠിക്കുന്ന പൈടെസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ പിന്നെ ടെസ്റ്റ് എൻജിയിലേക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് എൻജിൻ ജാവ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ്. ജാവ ഫ്രെയിംവർക്ക് ആണ്. അപ്പം ഡിഫറൻസ് ഒരുപാടുണ്ടായിരിക്കും. ഡിഫറെന്റ് കോഡാണ്. എന്റെ കോഡ് തന്നെ മാറും, ചെയ്യുന്ന രീതികളും മാറും. അതായത് നിങ്ങൾ ഇവിടെ കുറെ പ്ലഗിൻസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മള് പൈത്തൺ സെലീനിയത്തിൽ യൂസ് ചെയ്യുന്ന പോലെ പ്ലഗിൻസോ കാര്യങ്ങളൊന്നും ജാവ സെലീനിയത്തിലില്ല. പകരം എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ വേണമെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് ആ വാല്യൂവിനെ എടുക്കാം. പ്ലഗിൻ ആയിട്ടല്ല, ഡിപ്പെൻഡൻസി ആയിട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേണമെങ്കിൽ വൺസ് എനിക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് എടുത്തതിന്റെ ശേഷം എനിക്ക് വളരെ ഈസി ആയി എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെ പൈത്തൺ സെലീനിയത്തിലാണെങ്കിൽ അത് പ്ലഗിൻസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ പ്ലഗിൻസിനെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. C# സെലീനിയത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ചേഞ്ച് ആവും, എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി ചേഞ്ച് ആവും, എല്ലാം മാറും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ചെയ്യുന്നത് സെയിം പ്രോസസ് ആണ്. ഇപ്പൊ നമ്മള് ക്ലിയർ ആണ്. അപ്പൊ നമ്മള് സെലീനിയം പ്ലേറൈറ്റും ഉള്ളപ്പം ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് ശരിക്കും ഏതാ കുറച്ചും കൂടി ഈസി? അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതിനു മുൻപ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ യാതൊരു പരിചയവും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലത് സെലീനിയം ആണ്. അല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അറിയാം എന്നുണ്ടെങ്കിൽ നല്ലത് പ്ലേറൈറ്റ്. ബിക്കോസ് പ്ലേറൈറ്റിൽ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് പ്ലേറൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന പല കോഡും കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ളത് പഠിക്കത്തില്ല. മനസ്സിലായോ? ബേസിക് ആയിട്ട് എന്താ ഉള്ളതെന്ന് നിങ്ങൾ പഠിക്കൂല. പകരം നിങ്ങൾ പഠിക്കുക എന്തായിരിക്കും, ഡയറക്ട്ലി അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല, എല്ലാം കുറച്ച് ഓപ്ഷൻസ് ആണ്, ഈസി ആണെന്ന് തോന്നും. പക്ഷെ വൺസ് നമ്മൾ പ്ലേറൈറ്റിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാവും. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ്സ് എൻറ്റയർലി അറിയത്തില്ല. കൺസെപ്റ്റ്സ് അറിയാതെ നേരെ പോയി നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ട് നല്ലതുപോലെ വരും. ഇത് അപ്പം ഈ പ്ലേറൈറ്റ് ഫ്രീ ടൂൾ ആണോ? ഫ്രീ ഓപ്പൺ സോഴ്സ് ആണോ? അതും ഓപ്പൺ സോഴ്സ് ടൂൾ തന്നെയാണ്. അത് പ്ലേറൈറ്റ് എന്ന് വെച്ചാൽ വെബ് ആപ്ലിക്കേഷന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പകരം API ടെസ്റ്റിംഗ്, വിഷ്വൽ ടെസ്റ്റിംഗ് എന്നൊക്കെ കൊണ്ട് വേറെ പലതരത്തിലുള്ള ടെസ്റ്റിംഗ്സ് ഉണ്ട്. അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈൽ ടെസ്റ്റിംഗ് പറ്റില്ല. മൊബൈൽ ടെസ്റ്റിംഗ് പറ്റില്ല. ബാക്കി API ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് API മോഡലിലാണെന്ന് വിചാരിക്കൂ.
API മോഡൽ എന്ന് വെച്ചാൽ ഞാൻ സരിതോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇടയിൽ നിൽക്കുന്ന ബ്രിഡ്ജാണ് API എന്ന് പറയുന്നത്. അപ്പൊ APIന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ടെസ്റ്റ് ചെയ്യുന്നതാണ് API ടെസ്റ്റിംഗ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? API ടെസ്റ്റിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പ്ലേ റൈറ്റിന്റെ ഇവിടുത്തെ കോഴ്സിൽ ശരിക്കും API ടെസ്റ്റിംഗ്, വെബ് ടെസ്റ്റിംഗ് എല്ലാം പഠിപ്പിക്കുമോ അതോ ഇല്ല. അതായത് വെബ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ കൂടെ API ടെസ്റ്റിംഗിന്റെ ബേസിക്സ് പറഞ്ഞു പോകും. അതായത് ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റിക്വസ്റ്റിനെ ഗെറ്റ് ചെയ്യുക, ഫെച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. അതുപോലെ വിഷ്വൽ ടെസ്റ്റിംഗും ജസ്റ്റ് ഒന്ന് ടച്ച് ബേസ് ചെയ്തു. അത് വേറെ സെഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലടാ, വേറെ സെപ്പറേറ്റ് സെഷൻസ് ഒന്നുമില്ല. വേറെ ഇല്ല, സെപ്പറേറ്റ് സെഷൻ ആയിട്ടില്ല. അത് ഒരു ദിവസത്തേക്ക് നമുക്കുള്ളൂ. വേറെ ക്ലാസ്. അതായത് അല്ലെങ്കിൽ പിന്നെ API ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ വേറെ തന്നെ പഠിക്കണം. മനസ്സിലായോ? അത് API ടെസ്റ്റിംഗ് ഉണ്ട്, യെസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനല്ല, അത് എക്സ്റ്റേണൽ എടുക്കുന്നത്. ഒരു മണിധർ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഉണ്ട് നമുക്ക് ആക്ച്വലി കോഴ്സ് API ടെസ്റ്റിംഗ്. അതുണ്ടെങ്കിൽ പ്ലേ റൈറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അത് പ്ലേ റൈറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറന്റ് സിലബസ് വെച്ചിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷന്റെ മേൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സെലീനിയം യൂസ് ചെയ്ത് API പറ്റത്തില്ല. സെലീനിയം യൂസ് ചെയ്ത് വെബ് ആപ്ലിക്കേഷൻസ് മാത്രം. കുക്കുംബർ ഒക്കെ ഈ ഓട്ടോമേഷൻ ഏതാടാ എന്നോട് ചോദിച്ചു. കുക്കുംബർ ഇല്ലേ? കുക്കുംബർ കവർ ചെയ്യും. കുക്കുംബർ പൈത്തൺ പ്ലേ റൈറ്റിൽ കവർ ചെയ്യത്തില്ല. കുക്കുംബർ എന്ന് വെച്ചാൽ ആക്ച്വലി ഫ്രെയിം വർക്കാ. അതായത് ഒരു ബിഹേവിയർ ഡ്രിവൺ ഫ്രെയിം വർക്ക് എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോ പറയാണ്, ഇത് ബേസിക്കലി കൈൻഡ് ഓഫ് ChatGPT എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോ പറയാണ് ChatGPT അടുത്ത്, ഹേ ChatGPT പ്ലീസ് ജനറേറ്റ് എ കോഡ് ഫോർ ഇറ്റ്സ് വെബ്സൈറ്റ്. പറയുമ്പോ ChatGPT നിങ്ങൾക്ക് കോഡ് തരുന്നില്ലേ? അതിന്റെ വേറൊരു ഫോമാറ്റ് ആണ് നമ്മൾ ഈ കുക്കുംബറിലെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മള് ഈ സെലീനിയത്തിലെല്ലാം ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ഓരോ എലമെന്റ്സിനാണ്, അല്ലെങ്കിൽ നമ്മുടെ റെപ്ലിക്കേഷൻ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ ഈ കുക്കുംബർ പോലത്തെ ഫ്രെയിം വർക്ക്സ് എടുക്കുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറിനെയാണ്. അതായത് ലോഗിൻ, ജസ്റ്റ് ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യുന്ന സിനാരിയോ ആണെങ്കിൽ സെലീനിയം അല്ലെങ്കിൽ പ്ലെയർ ആയിട്ട് എല്ലാം എടുക്കുന്ന അപ്രോച്ച് എന്ന് വെച്ചാൽ അതിന്റെ ഓരോ റെപ്ലിക്കേഷൻ സ്റ്റെപ്സിനെ എങ്ങനെ കവർ ചെയ്യാമെന്നുള്ള. ഇത് തന്നെ നമ്മളുടെ ഈ ഇതാണെങ്കിൽ ഇത് തന്നെ നമ്മൾക്ക് ഇപ്പോ ലെറ്റ്സ് സേ നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ട്ടോ. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൂൾസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇതല്ല നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ പറഞ്ഞ API ടെസ്റ്റിംഗ് ആയിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ API ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതും അല്ലെങ്കിൽ കുക്കുംബർ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി കുക്കുംബർ യൂസ് ചെയ്യുമ്പോൾ ബിഹേവിയർ ഡ്രിവൺ ആണത്. അതായത് അവിടെ ബിഹേവിയർ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതായത് ലോഗിൻ ചെയ്യാനുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓരോ സ്റ്റെപ്സിനും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. മനസ്സിലായോ? അതിന്റെ അക്കോർഡിംഗ് ആയിരിക്കും നമുക്ക് സ്ക്രിപ്റ്റും ജനറേറ്റ് ആയി വരുന്നത്. കുക്കുംബർ പറയാനാണെങ്കിൽ നമുക്ക് 2 ദിവസം സെഷനിൽ കുത്തിയിരുന്ന് പറയാനുള്ളതുണ്ട്. കുക്കുംബർ ജാവാസ്ക്രിപ്റ്റ് പ്ലേ റൈറ്റിന്റെ ഒപ്പം വരുന്നുണ്ട്, പക്ഷെ പൈത്തൺ പ്ലേ റൈറ്റിന്റെ ഇല്ല. ഇപ്പൊ നിരഞ്ജന, നമ്മളിപ്പോ ഈ സെലീനിയത്തിന്റെ സെഷനകത്ത് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യുമായിരിക്കുമല്ലോ, അല്ലേ? ഉണ്ട്, പ്രോജക്റ്റ് പോലെ ഉണ്ട്. നമുക്ക് പ്രൊജക്ട് ചെയ്യും. നമ്മൾക്ക് ആക്ച്വലി ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ആണ്. 10 ടെസ്റ്റ് കേസിലെ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുക. സോ ഇനി സെലീനിയത്തിന്റെ കോമ്പോണൻസ് ഓഫ് സെലീനിയം എന്ന് വെച്ചാൽ
ഞാൻ നോട്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞ ഇത്രയും ഇന്ന് ഞാനിപ്പോ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സിനും നോട്ട് ചെയ്യാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. സോ സെലീനിയത്തിന്റെ കോമ്പോണൻസ് എന്ന് വെച്ചാൽ സെലീനിയത്തിന്റെ ഒരു ട്രാവലോഗ് ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സെലീനിയം എങ്ങനെയാണ് വൺ ആഫ്റ്റർ ദി അതർ എക്സിക്യൂട്ട് ആയി പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതില് പറയുന്നത്, ഇതില് നമ്മളുടെ സെലീനിയത്തിന്റെ കോമ്പോണൻസിൽ പറയുന്നത്. അങ്ങനെ ആ ഗ്രോത്ത് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് കോമ്പോണന്റ് ആയിട്ട് വന്നതാണ് സെലീനിയം IDE അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഓക്കെ. നമ്മൾ പൈത്തൺ റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന IDE ഏതാ? പൈച്ചാൻ അല്ലെ? അതേപോലെ സെലീനിയത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു IDE ഉണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. അതായത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോഡ് എഴുതത്തില്ല എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ സിനാരിയോ തന്നെ എടുക്കാം. ലോഗിൻ ചെയ്യണം. എന്റെ സിനാരിയോ അതാണ്, ദാറ്റ് ഓക്കെ ഐ വാണ്ട് ടു ലോഗിൻ ടു ദിസ് സ്പെസിഫിക് പേജ്. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. സോ ഈ സ്പെസിഫിക് പേജിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ കുറച്ച് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ചെയ്യാനുണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു റെക്കോർഡ് എന്ന ബട്ടൺ ഉണ്ട്. ആ റെക്കോർഡ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ റെപ്ലിക്കേഷൻ സ്റ്റെപ്സിനെ എല്ലാം വെബ് അപ്ലിക്കേഷനിൽ മാനുവലി ചെയ്യും. ഓക്കെ. ആൻഡ് വൺസ് ദാറ്റ് ഈസ് ഡൺ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ടൈം പ്ലേ ബാക്ക് ചെയ്യും. അതായത് ഒരു തവണ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു, ബാക്കി ആര് എക്സിക്യൂട്ട് ചെയ്യണം? ഈ IDE ബൈ ഇറ്റ്സെൽഫ് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് എനിക്ക് തരണം. മനസ്സിലായോ? ഈസി ആയിട്ടുള്ള പണിയാ അല്ലേ? ഇതിന്റെ പ്രശ്നം പറയട്ടെ. ഇത് തന്നെ ബൈ ഇറ്റ്സെൽഫ് ജനറേറ്റ് ചെയ്യുന്ന കോഡ് ആയതുകൊണ്ട് എറർ അടിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ കോഡില്ല, നമ്മൾ കൊടുക്കുന്ന റെപ്ലിക്കേഷൻ നമ്മുടെ എൻ്റെ കറക്റ്റ് ആണ്. പക്ഷെ IDEക്ക് എങ്ങനെ തോന്നുന്നു IDE അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. അത് ബുദ്ധിമുട്ടല്ലേ? അതായത് നമുക്ക് അവിടെ റിലയബിലിറ്റി ഇല്ല. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് മെയിൻലി ചെയ്യുന്നത് എന്തിനാണ്? കുറച്ചുകൂടെ ഫാസ്റ്റർ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ റിലയബിലിറ്റി ഇല്ല എന്ന് കണ്ടിട്ട് ഈ സെലീനിയം IDE എന്ന് പറഞ്ഞ കോമ്പോണന്റിനെ എന്ത് ചെയ്തു? ഡിപ്രിഷിയേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് കറന്റ്ലി സെലീനിയം IDE അവൈലബിൾ അല്ല. മനസ്സിലായടാ? അങ്ങനെ സെലീനിയം IDE കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസ് ആയിട്ട് സെലീനിയം RC വന്നു. സെലീനിയം റിമോട്ട് കൺട്രോൾ വന്നു. അതായത് അവിടെ നമ്മളാണ് കോഡ് എഴുതുന്ന ആൾക്കാര്. പക്ഷെ നമ്മൾ എന്ത് കോഡ് എഴുതുന്നേ? ലെറ്റ്സ് സേ അലീന ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷന്റെ അടുത്ത് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് എടുത്ത് എനിക്ക് കൊണ്ടുതരികയാണ്. ഓക്കെ. അലീന എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരികയാണ്, സേയിങ് ദാറ്റ് എനിക്ക് ഒരു കാര്യം പ്രോസസ് ചെയ്യണം, എനിക്കൊന്ന് ചെയ്തു തരൂ എന്നിട്ട് അലീന എൻ്റെ അടുത്തേക്ക് വരുവാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ഇല്ലേ, ഈ ഒരു ബ്രിഡ്ജ് പോലെയാണ് സെലീനിയം RC ആക്ട് ചെയ്തത്. അതായത് സെലീനിയം RC പറയും, അതെ ഇങ്ങനൊരു ആക്ഷൻ ചെയ്യാനുണ്ട്, പ്ലീസ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ആർക്ക് കൊടുക്കും? വെബ് അപ്ലിക്കേഷൻ കൊടുക്കും. വെബ് അപ്ലിക്കേഷൻ ചെയ്ത് യെസ് ഇറ്റ്സ് ഡൺ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇതേ ആൾക്ക് തന്നെ കൊടുക്കും, ഇതേ ബ്രിഡ്ജിന് തന്നെ കൊടുക്കും. ഈ ബ്രിഡ്ജ് എന്ത് ചെയ്യും? തിരിച്ച് എനിക്ക് സാധനം എത്തിച്ചു തരും, അല്ലെങ്കിൽ അലീനയ്ക്ക് എത്തിച്ചു തരും. ഇതിന്റെ ഇടയിൽ ഈ ബ്രിഡ്ജിനാണ് സെലീനിയം RC എന്ന് പറയുന്നത്. ഈ സെലീനിയം RCക്കും എഗെയിൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് അവിടെ ഇന്ററാക്റ്റബിലിറ്റി വളരെ കുറവായിരുന്നു അല്ലെ? അതായത് അലീനയ്ക്ക് എന്നോട് പറയാനുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബ്രിഡ്ജ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴും അലീനയ്ക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് എൻ്റെയർ ആയിട്ട് ഞാൻ ആസ് എൻ ഓട്ടോമേഷൻ ടെസ്റ്റ് ടൂൾ ഏറ്റെടുത്തിട്ടില്ല.
മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ സെലീനിയം ആർസിയുടെ കുറച്ച് ഫീച്ചേഴ്സിനെ എടുത്തതിന്റെ ശേഷം ഒന്ന് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഉണ്ടാക്കി, സെലീനിയം വെബ് ഡ്രൈവർ. ഓക്കെ, സെലീനിയം വെബ് ഡ്രൈവറിലേക്ക് വന്നപ്പോൾ സെലീനിയം വെബ് ഡ്രൈവർ എന്ന് വെച്ചാൽ കുറച്ച് ബാക്കിയുള്ള എല്ലാ കോമ്പോണൻസിനെക്കാട്ടിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഇന്ററാക്റ്റബിൾ ആയിരുന്നു. മനസ്സിലായോ? കുറച്ചുകൂടെ ഇന്ററാക്റ്റബിൾ ആയിരുന്നു വെബ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതും സെലീനിയം വെബ് ഡ്രൈവർ ആണ്. ഇപ്പോഴും കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലീനിയം വെബ് ഡ്രൈവർ കോമ്പോണന്റ് ആണ്. ക്ലിയർ ആണോ? ഞാൻ 3 കോമ്പണൻസ് ഇപ്പൊ പറഞ്ഞു. സെലീനിയം ഐഡി പറഞ്ഞു, സെലീനിയം ആർസി പറഞ്ഞു, സെലീനിയം വെബ് ഡ്രൈവർ പറഞ്ഞു. ക്ലിയർ ആണോടാ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പാരലൽ ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ എന്ന്. ലെറ്റ്സ് സേ പാരലൽ ടെസ്റ്റിംഗ് മാത്രമേ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ടൂ, അതായത് ബാക്കി ഒന്നും എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പോണന്റ് ആണ് സെലീനിയം ഗ്രിഡ് എന്ന് പറയുന്നത്. എന്താടാ? സോ സെലീനിയം ഗ്രിഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനാണ് സെലീനിയം വെബ് ഡ്രൈവറിലെ സെലീനിയം ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ. ഞാനിന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ എടുത്ത ഇത്രയും പോർഷൻസിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നാളെ തൊട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ. ഓക്കേടാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ.